നേപ്പാൾ പ്രളയത്തിൽ മരണസംഖ്യ 22ആയി. മഞ്ഞുമലയും കൂറ്റൻ പാറകളും ഇടിഞ്ഞു വീണതാണ് പ്രളയത്തിന് കാരണമായതെന്നാണ് പ്രാഥമിക കണ്ടെത്തൽ. മേഖലയിൽ രക്ഷാപ്രവർത്തനത്തിനായി വ്യോമസേനാ വിമാനങ്ങൾ നേപ്പാളിലേക്ക് പുറപ്പെട്ടു. 133 ഇന്ത്യക്കാരെ കാണാതായെന്നാണ് പുതിയ റിപ്പോർട്ട്. വഴിയിൽ കുടുങ്ങിയ 36 അംഗ മലയാളി വിനോദസഞ്ചാരികൾ സുരക്ഷിതരാണെന്നും മറ്റൊരു പാതയിലൂടെ യാത്ര തുടങ്ങിയതായും വിവരമുണ്ട്. ദൃശ്യം കാണാം. നേപ്പാളിലെ ജില്ലയിൽ കോട്ടയത്ത് നദിയിലുണ്ടായ വെള്ളപ്പൊക്കം കാരണം നിരവധി വാഹനങ്ങൾ കാഠ്മണ്ഡുവിൽ നിന്നും പൊഖ്രാനിലേക്ക് പോകുന്ന വാഹനങ്ങൾ കുടുങ്ങിക്കിടക്കുകയാണ്. അതിൽ ഇന്ത്യയിലെ കേരളത്തിൽ നിന്നുള്ള ടൂറിസ്റ്റുകളും പങ്കെടുത്തിട്ടുണ്ട്. ഏകദേശം 1.5 മണിക്കൂറുമായി ഇവിടെ കിടക്കുകയാണ്. ഈ റസ്വ വില്ലേജിലുണ്ടായ ഈ ആക്സിഡന്റിൽ ഈ വെള്ളപ്പൊക്കത്തിൽ കുറേ വാഹനങ്ങൾ ഒഴിച്ചു പോയിട്ടുണ്ട്, കുറേ വീടുകൾ ഒഴിച്ചു പോയിട്ടുണ്ട്. എത്രയാണ് കാഷ്വാലിറ്റി എത്രയാണെന്നുള്ള കാര്യം ഇതുവരെ അധികൃതർ തിട്ടപ്പെടുത്തിയിട്ടില്ല. ജനങ്ങൾ പറയുന്നത് കുറേ വാഹനങ്ങൾ പോയിട്ടുണ്ട്, കുറേ ആൾക്കാർ മരണപ്പെട്ടുണ്ടാകാം എന്നൊക്കെയാണ് അവർ പറയുന്നത്. ഇപ്പോൾ റോഡ് ഏകദേശം 2 മണിക്കൂറോളായി റോഡ് ബ്ലോക്കായി കിടക്കുകയാണ്. എപ്പോഴാണ് ഇവിടുന്ന് റിലീസാകാൻ പറ്റും എന്നുള്ള കാര്യം വ്യക്തതയില്ല. നേപ്പാൾ പ്രധാനമന്ത്രിയെ ഫോണിൽ വിളിച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേപ്പാളിന് ആവശ്യമായ സഹായം ഉറപ്പു നൽകി. വെള്ളം കുത്തിയൊലിച്ചെത്തുന്നതിനാൽ ബീഹാറിലും ഉത്തർപ്രദേശിലും കനത്ത ജാഗ്രത പ്രഖ്യാപിച്ചു. ആദിൽ പാലോട് നൽകും വിവരങ്ങൾ. ആദിൽ, ഭീതിപ്പെടുത്തുന്ന ദൃശ്യങ്ങളാണ് നമുക്ക് മുന്നിലുള്ളത്. മരണസംഖ്യ നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ ഉയർന്നുകൊണ്ടേയിരിക്കുകയാണ്. മലയാളികൾ സുരക്ഷിതരാണോ? ഇന്ത്യക്കാർ ഒരുപാട് പേർ കുടുങ്ങിക്കിടക്കുന്ന അവസ്ഥയാണോ നിലവിലുള്ളത്? എന്തൊക്കെ അറിയാൻ കഴിയുന്നു ആദിൽ? നേപ്പാൾ ഞെട്ടിയിരിക്കുന്നു, വിറങ്ങലിരിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഈ പ്രളയത്തിന് പിന്നാലെ കാണുന്ന ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. 36 അംഗ മലയാളി വിനോദസഞ്ചാരി സംഘമാണ് നേപ്പാളിൽ കുടുങ്ങിപ്പോയത്. കാഞ്ഞങ്ങാട് മുൻ എസ് ഐ പ്രദീപ് അടക്കമുള്ളവർ സംഘത്തിലുണ്ട് എന്ന വാർത്തയുണ്ട്. എറണാകുളത്തെ ട്രാവൽ ഏജൻസി വഴി വിനോദയാത്രയ്ക്ക് പോയ മലയാളികളാണ് കുടുങ്ങിയിട്ടുള്ളത്. ഇവരുൾപ്പെടെ നിരവധി ഇന്ത്യൻ പൗരന്മാർ നേപ്പാളിൽ കുടുങ്ങിക്കിടക്കുന്നുണ്ട്. ഇതുവരെ 22 മരണം സ്ഥിരീകരിച്ചു. മിനിറ്റുകൾക്കുള്ളിൽ മരണസംഖ്യ ഉയരുന്നതാണ് ഈ പ്രളയക്കെടുതിയുടെ ഭീകരാവസ്ഥ നമുക്ക് മനസ്സിലാക്കി തരുന്നത്. ആദ്യം 8 മരണം സ്ഥിരീകരിച്ചിരുന്നു, പിന്നാലെ അത് 17ലേക്കും 22ലേക്കും ഉയർന്നിരിക്കുന്നു എന്നതാണ്. 133 ഇന്ത്യൻ സഞ്ചാരികളെ കാണാതായിട്ടുണ്ട് പ്രളയത്തിൽ എന്നാണ് നേപ്പാൾ ടൂറിസം ബോർഡ് ഇതിനോടകം അറിയിച്ചിട്ടുള്ളത്. ഒപ്പം നേപ്പാളിലാണ് പ്രളയക്കെടുതിയെങ്കിലും ഈ പ്രളയജലം കുത്തിയൊലിച്ചു വന്നാൽ ബീഹാറിന്റെയും ഉത്തർപ്രദേശിന്റെയും വടക്കൻ മേഖലകളെ കാര്യമായി ബാധിക്കും എന്ന മുന്നറിയിപ്പ് നിലവിൽ നൽകിയിട്ടുണ്ട്. അവിടെയുള്ള നദികൾക്ക് തീരത്ത് താമസിക്കുന്നവരെ അതിവേഗം ഒഴിപ്പിക്കാനുള്ള നിർദ്ദേശം അതത് സംസ്ഥാന സർക്കാരുകൾ നൽകിയിട്ടുണ്ട്. കേന്ദ്ര സർക്കാരും സമയോചിതമായി ഇക്കാര്യത്തിൽ മുന്നറിയിപ്പുകൾ നൽകി വരുന്നു. അതിനിടെ ഇന്ത്യ എല്ലാവിധ സഹായവും നേപ്പാളിന് നൽകും എന്ന ഉറപ്പ് നൽകിയിട്ടുണ്ട്. വ്യോമസേനാ വിമാനങ്ങൾ അടിയന്തരമായി തന്നെ ഇന്ത്യയിൽ നിന്നും നേപ്പാളിലേക്ക് രക്ഷാപ്രവർത്തനത്തിനായി പോകും. ഇതിന് പുറമെ അവശ്യ സാധനങ്ങളും ദുരിതാശ്വാസ സാമഗ്രികളുമായി പ്രത്യേക വ്യോമസേനാ വിമാനങ്ങളും പുറപ്പെടും എന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. ഇന്ന് രാവിലെയാണ് അപകടമുണ്ടാകുന്നത്, മിന്നൽ പ്രളയം ഉണ്ടാകുന്നത്. ഭോട്ടെ-കോശി നദിയിലാണ് ശക്തമായ മിന്നൽ പ്രളയം. ഇത് ടിബറ്റൻ അതിർത്തിയാണ്. ടിബറ്റിൽ നിന്ന് മഞ്ഞുമലകളും കല്ലുകളും ഇടിഞ്ഞു വീണതാണ് ഈ മലവെള്ളപ്പാച്ചിൽ പോലെ അത്രയും ഭയാശങ്ക ഉയർത്തുന്ന രൂപത്തിലുള്ള വെള്ളം ഉയർന്നു വരാനുള്ള സാഹചര്യം ഉണ്ടായത്. നേപ്പാൾ ടിബറ്റൻ അതിർത്തിക്കടുത്തുള്ള റസുവ ജില്ലയിലാണ് വൻ നാശം. നമ്മൾ CCTV ദൃശ്യങ്ങളും മറ്റും കാണുന്നുണ്ട്. 4ഉം 5ഉം നില കെട്ടിടത്തിനു മുകളിലേക്ക് വരെ വെള്ളം കുതിച്ചു പാഞ്ഞിരുന്നു. ഏതായാലും ഇപ്പോൾ രംഗം ശാന്തമാണ്. ഇനിയും ഒരുപക്ഷെ വീണ്ടും പ്രളയം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. മിന്നൽ പ്രളയത്തിലേക്ക് പോകുമെന്ന മുന്നറിയിപ്പ് ചൈന നൽകുന്നുവെന്ന റിപ്പോർട്ടുകളും പുറത്തുവരികയാണ്. കുടുങ്ങിയ ഇന്ത്യക്കാരെ എത്രയും വേഗം തിരിച്ച് എത്തിക്കാനുള്ള നീക്കം ഇന്ത്യൻ എംബസി നടത്തുന്നു. അടിയന്തരമായി ബന്ധപ്പെടേണ്ട എമർജൻസി നമ്പറുകൾ കാഠ്മണ്ഡുവിലെ ഇന്ത്യൻ എംബസി നൽകി കഴിഞ്ഞു. മലയാളികളെയും തിരിച്ചെത്തിക്കാനുള്ള നീക്കം ഇതിനോടകം തന്നെ മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാർ, കേരളം സർക്കാരും നടത്തുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. കാണാതായവരെ കണ്ടെത്താൻ ഇന്ത്യയുമായി ചേർന്നുകൊണ്ടുള്ള സംയുക്തമായൊരു രക്ഷാപ്രവർത്തന ഓപ്പറേഷൻ തുടങ്ങിയിട്ടുണ്ട്. റോഷ്നി, അതിൽ ഈ വിനോദസഞ്ചാരികൾ ഒരുപാട് പേർ എത്തുന്ന ഒരു സമയവും പ്രദേശവും ഒക്കെയാണ്. മാത്രമല്ല ഈ
കാണാതായവരിൽ ഭൂരിഭാഗവും വിദേശികളാണ് എന്നുള്ള വിവരമൊക്കെയുണ്ട്. ഇപ്പോൾ ഇന്ത്യയുടെ ഭാഗത്തു നിന്നുള്ള സഹായം എങ്ങനെയായിരിക്കുമെന്ന് പ്രധാനമന്ത്രി വ്യക്തമാക്കുന്നുണ്ടോ? പ്രധാനമന്ത്രിയുടെ എക്സ്പോസിൽ അദ്ദേഹം പറയുന്നത് പ്രയാസകരമായ ഒരു സമയത്ത് ഇന്ത്യയിലെ ജനങ്ങൾ നേപ്പാളിലെ തങ്ങളുടെ സഹോദരീ സഹോദരന്മാർക്കൊപ്പം ഐക്യദാർഢ്യത്തോടെ നിലകൊള്ളുന്നു. നേപ്പാളിന് സാധ്യമായ എല്ലാ മാനുഷിക സഹായങ്ങളും നൽകാൻ ഇന്ത്യ സന്നദ്ധമാണെന്നാണ് അദ്ദേഹം പറയുന്നത്. കൈലാസ യാത്രയ്ക്ക് പോകുന്ന വഴിയാണ് ഈ റസുവ ജില്ല എന്നുള്ളതാണ്. ഈ കാണുന്ന പ്രദേശമൊക്കെ ആ ഭാഗത്തേക്ക് കൈലാസ യാത്ര, കൈലാസ് മാനസരോവർ യാത്രയ്ക്ക് പോയവരെയാണ് ഈ കാണാതായിട്ടുള്ളത്. നിരന്തരം ആളുകൾ പോകുന്ന ഒരു ഭാഗമാണ്, യാത്രക്കാർ വിനോദസഞ്ചാരികൾ എത്തുന്ന ഭാഗമാണ്. നിലവിൽ നൽകിയ കണക്കനുസരിച്ച് സാമ്രാട്ട് ടൂർസ് ആൻഡ് ട്രാവൽസ് വഴി എത്തിയ 59 ഇന്ത്യൻ പൗരന്മാരെ കാണാതായി. ലീഫ് ഹോളിഡേ ഏജൻസിയിലെത്തിയ 49 ഇന്ത്യൻ പൗരന്മാരെയും കാണാതായിട്ടുണ്ട്. ഇതിന് പുറമെ മറ്റു ചില ഇന്ത്യൻ സ്വദേശികളെ കൂടി കാണാതായിട്ടുണ്ട് എന്നാണ് ഔദ്യോഗികമായി സ്ഥിരീകരിച്ച വിവരം. അങ്ങനെ പ്രധാനപ്പെട്ട ഒരു യാത്രാ പാതയിലാണ് വിനോദസഞ്ചാരികൾ ആകെ അവിടെ എത്തിച്ചേരുകയും എമിഗ്രേഷൻ സെന്ററൊക്കെയാണ് ഈ മലവെള്ളപ്പാച്ചിലിൽ തകർന്നു പോയത്, മിന്നൽ പ്രളയത്തിൽ തകർന്നു പോയത്. ഏതായാലും ഇപ്പോൾ രക്ഷാപ്രവർത്തകരോട് ജാഗ്രത പാലിക്കണമെന്ന നിർദ്ദേശം പൊതുവിൽ നൽകിയിരിക്കുന്നു. ഇനിയും തുടർ മിന്നൽ പ്രളയങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്ന മുന്നറിയിപ്പ് ചൈന നൽകുന്നു. അതിനിടെയാണ് അടിയന്തരമായി തന്നെ ഇന്ത്യയുടെ വ്യോമസേനാ വിമാനങ്ങൾ ദുരിതാശ്വാസ സാമഗ്രികളും അവശ്യ സാധനങ്ങളുമായി നേപ്പാളിലേക്ക് പോകുമെന്ന സ്ഥിരീകരണം കേന്ദ്ര സർക്കാർ വൃത്തങ്ങൾ നൽകുന്നത്. അടിയന്തരമായി തന്നെ ഇന്ന് രാത്രിയോടെ തന്നെ വിമാനങ്ങൾ പുറപ്പെട്ടു തുടങ്ങും. ഒപ്പം ഇന്ത്യൻ വ്യോമസേനയുടെ ഹെലികോപ്റ്ററുകളും ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ, രക്ഷാപ്രവർത്തനത്തിൽ ഭാഗമാകും എന്നാണ് നിലവിൽ അറിയിച്ചിരിക്കുന്നത്. ഏതായാലും ഇന്ത്യയുടെ എല്ലാ പിന്തുണയും എല്ലാ സഹായവും നൽകുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ നേപ്പാൾ പ്രധാനമന്ത്രി ബാലേന്ദ്ര ഷായെ വിളിച്ച് അറിയിച്ചിട്ടുണ്ട്. രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ്. നിലവിൽ 22 പേരുടെ മരണം സ്ഥിരീകരിച്ചു. 133 ഇന്ത്യക്കാരെ കാണാതായിട്ടുണ്ട് എന്നാണ് ഒടുവിൽ ലഭിക്കുന്ന വിവരം. കുടുങ്ങിയിട്ടുള്ള മലയാളികൾ സുരക്ഷിതരാണ് നേപ്പാളിൽ. അവർ മറ്റു വഴികളിലൂടെ തിരിച്ചെത്താനുള്ള ശ്രമങ്ങൾ നടത്തുന്നു എന്നാണ് ലഭ്യമാകുന്ന വിവരം. റോഷ്നി, അതിനൊപ്പം തന്നെ ഇപ്പോ ഇന്ത്യയിൽ യുപിയിലും ബീഹാറിലും ഒക്കെ കരുതൽ സ്വീകരിക്കേണ്ട ഒരു അവസ്ഥയാണല്ലോ. പ്രത്യേകിച്ച് ഈ പ്രളയത്തിന്റെ താഴേക്ക് ഒഴുകിയെത്തുന്ന വെള്ളത്തിന്റെ അളവ് വർദ്ധിക്കുന്ന സാഹചര്യത്തെ നേരിടാൻ ആ സ്റ്റേറ്റുകൾ തയ്യാറാണല്ലോ അല്ലേ? അധികൃതരൊക്കെ മുന്നൊരുക്കങ്ങൾ ശക്തമാക്കുന്നു എന്നാണ് അറിയുന്നത്. ഉറപ്പായും അതിനുള്ള നിർദ്ദേശം കേന്ദ്ര സർക്കാർ തന്നെ 2 സംസ്ഥാനങ്ങൾക്കും നൽകിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ബീഹാറിന്റെ വടക്കൻ മേഖലകളിൽ കൂടുതൽ ദുരിതമുണ്ടാകാനുള്ള, കെടുതികൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്നാണ് നിലവിലെ മുന്നറിയിപ്പിൽ പറയുന്നത്. പ്രളയജലം കുത്തിയൊലിച്ച് ഇന്ത്യയിലുള്ള നദികളിലേക്ക് എത്തിച്ചേരാം എന്നാണ് നിലവിലെ മുന്നറിയിപ്പിൽ പറയുന്നത്. ഗണ്ഡക്, കോസി നദികളിൽ വെള്ളപ്പൊക്ക മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്. പലയിടത്തും ഈ ഡാമുകളൊക്കെ ഉണ്ടായിരുന്ന ഭാഗത്ത് ഷട്ടറുകൾ ഉയർത്തി തുടങ്ങി എന്ന വാർത്ത കൂടി പുറത്തു വരുന്നുണ്ട്. കുത്തിയൊലിച്ച് പ്രതീക്ഷിക്കുന്നതിനപ്പുറത്തേക്ക് വെള്ളം വന്നാൽ അത് വലിയ ദുരിതമാകും. ബീഹാറിന്റെയും ഉത്തർപ്രദേശിന്റെയും വടക്കൻ മേഖലകളിൽ നാശം വിതയ്ക്കുക എന്നത് ഉറപ്പാണ്. അതുകൊണ്ട് കൂടുതൽ NDRF സംഘത്തെ പ്രദേശത്ത് വിന്യസിക്കാനുള്ള നിർദ്ദേശമുണ്ട്. ജില്ലാ ഭരണകൂടങ്ങൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. നദീതീരത്ത് താമസിക്കുന്നവർ അതിവേഗം മാറി താമസിക്കണമെന്ന നിർദ്ദേശവും ഇതിനോടകം നൽകിയിട്ടുണ്ട്. ഏതായാലും ഇന്ത്യക്കും ഒരു ജാഗ്രതാ നിർദ്ദേശമുണ്ട്. പ്രത്യേകിച്ച് ഉത്തർപ്രദേശിന്റെയും ബീഹാറിന്റെയും വടക്കൻ ജില്ലകളിലാണ് പ്രത്യേക ജാഗ്രത പ്രഖ്യാപിച്ചിരിക്കുന്നത്. നദിയിൽ വെള്ളം കുത്തിയൊലിച്ച് ഒരു വെള്ളപ്പൊക്ക സാധ്യത ഉണ്ട് എന്ന മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ 2 സംസ്ഥാനങ്ങളിലെയും മുഖ്യമന്ത്രിമാരുമായി, സാമ്രാട്ട് ചൗധരിയുമായും യോഗി ആദിത്യനാഥുമായും സംസാരിച്ചു എന്നാണ് ലഭ്യമാകുന്ന വിവരം. ഏതായാലും ഇന്ത്യയും ജാഗ്രത തുടരുന്നു. ഒപ്പം ഇന്ത്യയിൽ നിന്ന് സഹായം ഉടൻ തന്നെ നേപ്പാളിലേക്കും പുറപ്പെടുകയും ചെയ്യും. റോഷ്നി, ശരി. ആദിൽ പാലോടാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്. മിന്നൽ പ്രളയത്തിന്റെ പേടിപ്പെടുത്തുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മലയാളി സംഘം സുരക്ഷിതരാണ് എന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭിക്കുന്ന വിവരം.